നമുക്ക് സങ്കടം വരും. കാരണം നമ്മൾ ഒരു നമ്മൾ ഓട്ടിച്ചോ അല്ലെങ്കിൽ പിടിച്ചോർത്തോ വഞ്ചിച്ചോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഭഗവാന്റെ കൃപയിൽ നിങ്ങൾക്ക് സത്യം ന്യായവും നീതിയും പുലർത്തണമെങ്കിൽ ഭഗവാൻ തന്നെ തീരുമാനിക്കണം. ഞാനല്ല സംസാരിക്കണം. കാരണം ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എനിക്ക് ശക്തി തന്നു നിങ്ങളോട് സംസാരിക്കണം. എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ ആള് സമാധിയായി. അതിൻ്റെതായ പൂജകൾ മോന് നേരത്തെ പറഞ്ഞു കൊടുത്തോണ്ട് അമ്മ അതനുസരിച്ച് ചെയ്തു. പക്ഷെ അതിൻ്റെ കൂടെ എൻ്റെ മരുമോളും ഞാനും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കരഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ട് അച്ഛൻ്റെ വാക്ക് ഞാൻ പാലിക്കിട്ട് അമ്മ ഇവിടെ കിടന്ന് കരയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മോനും അറിഞ്ഞില്ല. പക്ഷെ നമ്മൾ ഒരു ഭാഗത്ത് ഈ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് അറിയിച്ചില്ല. ആ ബുദ്ധിയൊന്നും നമുക്കില്ലായിരുന്നു. എൻ്റെ ഭർത്താവാണ് എല്ലാ ഈ രേഖകളൊക്കെ തയ്യാറാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം. മക്കളെ ഏൽപ്പിച്ചത് ഒന്നും ഏൽപ്പിച്ചിട്ടില്ല, എല്ലാം എൻ്റെ ഭർത്താവിന് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മക്കൾ അച്ഛനുമായിട്ടുള്ള ബന്ധമല്ലാതെ രേഖാപരമായിട്ടും ഈ മുനിസിപ്പാലിറ്റി എങ്ങനെയൊക്കെ വേണം, പഞ്ചായത്ത് പോകണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് പിന്നീടാണ് മനസ്സിലായി. ഇപ്പൊ സമാധി കാണാനൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ? വരും, വന്നിട്ടൊക്കെ ചോദിച്ചിട്ടൊക്കെ പോകും. ഇന്നലെ വേറെ കുറെ ആൾക്കാരൊക്കെ വന്നു. ഇന്നലെ മൊത്തമുണ്ടായിരുന്നു. സമാധി മണ്ഡപം വിപുലമായി കിട്ടുന്നുണ്ടോ? വേറെ കേട്ടണ പൈസയുടെ പോലും ശിവലിംഗം വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മോന് എല്ലാ ഐഡിയ അറിയാം. അച്ഛനും മോനും കൂടെയാണ് ഈ ക്ഷേത്രത്തിന് ഇതുവരെ ശില്പിമാരെ നിർത്തി ഇതുവരെയൊക്കെ ചെയ്തത്. അച്ഛനും മോനും. പക്ഷെ അച്ഛൻ പൂജ, ധ്യാനത്തിലുള്ള പൂജ, മോൻ പൂജ പഠിച്ചാണ് പൂജ ചെയ്തത്. അവൻ മഹേശ്വരൻ നമ്പൂതിരിയുടെ പൂജയൊക്കെ പഠിച്ച് അവൻ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം നിങ്ങൾക്ക് എനിക്ക് ഉയരു തന്ന കൈലാസവനല്ലേ നമ്മൾ പൂജിക്കുന്നത്. അപ്പം പൂജാപരമായിട്ട് എന്താണ് ഏതാണെന്ന് ഭഗവാനെല്ലാം അറിയാം. നമ്മൾ തെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊല്ലുമായിരുന്നു. എൻ്റെ പൊന്നുമക്കളെ നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ക്ഷേത്രം മൊത്തം എഴുതി കൊടുത്താൽ അവർക്ക് സന്തോഷം. അത്രേ ഉള്ളൂ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ. അല്ല നാട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എൻ്റെ ഭർത്താവ് ഇരിക്കുമ്പോൾ തന്നെ കമ്മിറ്റി കൂടി ഉത്സവമൊക്കെ നടത്തുമ്പോൾ ചോദിച്ചവൻ പറഞ്ഞ് ആചാര മര്യാദയോടെയൊക്കെ പറഞ്ഞതും ഒക്കെ എൻ്റെ ഭർത്താവും പോറ്റിയും കൂടെയൊക്കെ പറഞ്ഞു അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർ ചുരിദാറൊക്കെ ഇട്ടേ വരുള്ളൂ. പിന്നെ കമ്മിറ്റിക്ക് ഇങ്ങനെ റെസ്റ്റ് അവരെ വാനും കൂടെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് സംശയങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ ജാതി ഭേദം എന്ന് പറഞ്ഞാൽ നമുക്കില്ല. പക്ഷെ അവർക്ക് നാട്ടുകാർക്ക് ഞങ്ങൾ നാടാരല്ലേ, ക്ഷേത്രം കൊടുക്കാത്തുള്ള ബുദ്ധി അവർക്കുള്ള മാനസികമായിട്ട് വിഷമങ്ങളായിരിക്കും. ശത്രുത തോന്നി നമ്മൾ ഈ ക്ഷേത്രം വെച്ചിട്ട് ആരും ജാതിയോ ഭേദം നമ്മൾ നോക്കാൻ പാടില്ല. ദൈവം കൊന്നുകളയും നമ്മളെ. കാരണം അങ്ങനെയുള്ള ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ജന്മം തന്നത് ആ ശിവനാണ് ഇരിക്കുന്നത്. ഞാൻ തെറ്റിയത് എന്നെ അടിക്കും. ആരാണ് തെറ്റിയത് ഉടൻ കൊടുത്തില്ലെങ്കിൽ സ്വല്പം കഴിയുമ്പോഴെങ്കിലും. അതുകൊണ്ട് നമുക്ക് സംശയമൊന്നുമില്ല. നാട്ടുകാർ സംശയിച്ചാലും നമുക്ക് വിരോധമില്ല. നമുക്ക് ഇനി എവിടെ പോവാൻ? ഒന്നീ ജനനം അല്ലെങ്കിൽ മരണം നിശ്ചയിച്ചിട്ടുണ്ട് പോവാൻ. ഈ ഋഷിപീഠത്തിലേക്ക് നിത്യപൂജയൊക്കെ ഉണ്ടോ? ഇന്നും ചെയ്യും, മോൻ ചെയ്യും. പോറ്റിയാണ് അത് ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് വരില്ലേ. ഈ 41 ദിവസത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പിന്നെ ശുദ്ധിയാലോചന ചെയ്താൽ ശിവലിംഗമാണ് പൂജിക്കാൻ പറ്റും. ഈ ക്ഷേത്രം നിങ്ങളുടെ കുടുംബ ട്രസ്റ്റാണോ അതോ നിങ്ങളുടെ മാത്രം പേരിലുള്ളതാണോ? ഇപ്പം നാട്ടുകാരെ കമ്മിറ്റി അങ്ങാറ്റേ കൂട്ടിയിട്ടുള്ളൂ. ട്രസ്റ്റ് കുടുംബത്തിലുള്ളവരെ തന്നെ. അതെ, എഴുതി കൊടുക്കണം. പക്ഷെ നമ്മള് ഒരു പ്രാവശ്യം കമ്മിറ്റി പേപ്പറിലൊക്കെ ഉണ്ട്, ഫയലുണ്ട്. അപ്പം അവർക്ക് ഫയൽ പാസ്സാക്കണമെന്ന് പറഞ്ഞാൽ അവര് കൊണ്ടുവരുന്ന ആളുകളെ ചേർക്കണം. ആദ്യത്തെ 8 വർഷത്തിന് മുമ്പ് ഇത് 8ാമത്തെ വർഷമാണ്. ആദ്യ ശിവലിംഗം കൊണ്ടുവന്ന് റെസ്റ്റായവർ ആ ഫയലും നമ്മളിലുണ്ട്. റെക്കോർഡിൽ എല്ലാ രേഖകളുണ്ട്. 2ാമത് റെസ്റ്റ് ആക്കിയപ്പോഴും വന്നവർ വിരിച്ചൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കൂടെ നിന്നില്ല. അമ്പലത്തിനകത്ത് ഈ ക്ഷേത്രം മാത്രമേ പൂർത്തിയായി പണി. അടുത്ത് ഗണപതി, ദേവി, പിന്നെ അഗസ്ത്യരാണ് ആദ്യം വന്നത്. ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ ക്ഷേത്രമില്ല. ഞങ്ങൾ വെളിയിലൊക്കെ വെച്ചാണ് പൂജകൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്തിനെ ആക്കണമെങ്കിൽ
വരാന്ത, പിന്നെ ദേവിക്ക് വീടം, ഗണേശന് വീടം, പിന്നെ ഊട്ടുവര എല്ലാം റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടി കുറച്ച് പൈസ വേണ്ടേ? പൈസ ഇല്ലാത്തത് കൊണ്ട് കൊറോണ വന്ന സമയത്ത് നടയെല്ലാം അടച്ചിട്ടിരുന്നു. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്ന് ജോലിക്കൊന്നും പോകാതെ. പിന്നെ അതോടെ അനുബന്ധിച്ച് ആൾക്കാർക്ക് കമ്മിറ്റിക്കാരൊക്കെ വിളിക്കുമ്പോൾ അവർ ഇരിച്ചു പറക്കി അവർ കറക്റ്റാ പൈസ ഇവിടെ ചെയ്യുന്നില്ല. സഹകരണം 35,000 രൂപ മയക്ക് ഇനി വച്ച് കെട്ടാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു. ഇത് കൂടെ ഒരു ബോക്സ് വെച്ചിട്ട് വേറെ ബൈക്കെല്ലാം തെങ്ങിൽ വെച്ച് കെട്ടിയിട്ട് കാണ് പ്രവർത്തിക്കാതെ ആണാക്കാതെ അങ്ങനെയൊക്കെ തെറ്റിയപ്പോൾ എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ കമ്മിറ്റിക്കാർ ഇനി വരട്ട്, അതിനുള്ള യോഗ്യത ഉള്ളവർ ഭക്തന്മാരാണ് ക്ഷേത്രം കൊണ്ടുപോകാൻ. അങ്ങനെയുള്ള യോഗ്യത വരുമ്പോൾ ക്ഷേത്രത്തിന് അങ്ങോട്ട് കൊണ്ടുപോകുന്നു വിചാരിച്ചെങ്കിലും കൊറോണ വന്ന ശേഷം വലിയ ഇതൊന്നും വന്നില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഈ വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്തോ? ഈ വഴി ഇവിടെ കയറാൻ പറ്റുന്ന വഴിയാണോ? അതെന്നെ ഇപ്പൊ ഇത്രയും കലിപ്പൊന്ന് ഈ റോഡ് ആ വീട്ടിൽ പോകാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു മതിലായുള്ളൂ. ഇത് വലിയ ക്ഷേത്രമാണ്, അമ്പലം. അത് നമ്മൾ ചെറിയ കണക്കിനാണ് ക്ഷേത്രം വയ്ക്കാൻ ഈ തച്ചനെയും ശില്പിയൊക്കെ കൊണ്ടുവന്ന്. തച്ചൻ ഈ ഭൂമി അനുസരിച്ച് വച്ചപ്പോഴും വലിയ അമ്പലം ആയിപ്പോയി. ശില്പി എൻ്റെ ഭർത്താവിൻ്റെ ഒരു അളിയനായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ശില്പി. ഗർഭഗൃഹമുള്ള ക്ഷേത്രമാണ്, എല്ലാം പൂർണ്ണമായി. മനസ്സിലാക്കണം. ഇനി ദേവിക്കും ഗണേശന് അതിനകത്ത് സ്ഥാനം എല്ലാം ഇട്ടിട്ടുണ്ട്. പൈസ ഉണ്ട്, സാമാനൊക്കെ വെച്ച് ഒക്കെ ആക്കും. പിന്നെ കുറച്ച് പൈസ കൂടുതലുണ്ട്. മതിലിനകത്ത് ബലിക്കൽപുര, കൊടിമരം ഇങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ മതിലിൻ്റെ വഴിയാണ് ഈ കെട്ടിടടിക്കേണ്ടി വരും. രണ്ടാമത് അപ്പം അവർക്ക് റോഡ് കൊടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ വികസനം പറ്റൂല. അതാണ് കാരണം. അല്ല ഞങ്ങൾക്ക് ആരുടെ ശത്രുതയില്ല, മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ ഈ റോഡ് എൻ്റെ ഭർത്താവ് 5 കൊല്ലം ഇങ്ങനെ ഗ്യാസ് പറഞ്ഞെങ്കിലും അപ്പുറം ഇപ്പുറം കിടക്കണവരെ വസ്തു കിടക്കണോണ്ട് അവർ പറയും അവർ വഴി തന്നു. മേളിൽ വരെ നിങ്ങൾ ഇറങ്ങി റോഡ് വരെ ഒരു ഗണേശൻ്റെ കണ്ട അതുവരെ ഈ ക്ഷേത്രം എന്ത്. അപ്പം ഗ്യാസ് പറഞ്ഞെങ്കിലും ആരും വീതി കൂട്ടാനൊന്നും ഒന്നുമില്ല. എൻ്റെ പുറത്ത് തന്നെ താന്ന് മണ്ണ് കെട്ടി തീർന്നു. 2 സൈഡൊക്കെ ശരിയാക്കിയിട്ടപ്പോൾ മുനിസിപ്പാലിറ്റി വന്നു ഇത്രയും ഡാറിട്ട് സൈഡ് വളം കെട്ടിയിട്ടെങ്കിൽ കുറച്ച് എണ്ണം അങ്ങനെയൊക്കെ സഹകരിച്ച് ഇഷ്ടംപോലെ വലിയ പണക്കാർ സഹകരിച്ച് ഈ സംസാരങ്ങൾ വരുമ്പോൾ നിൽക്കും. നമ്മൾ ഈ മണ്ഡപവുമായിട്ട് ബന്ധപ്പെട്ട അവിടെ വലിയ ഉത്സവങ്ങളോ കാര്യങ്ങളോ ഒക്കെ പ്ലാൻ ചെയ്യുന്നു. ആഗ്രഹമുണ്ടല്ലോ, നമ്മളെ കൊണ്ട് താങ്ങൂല. നമ്മൾ കമ്മിറ്റിക്കാരെ BJP പലവരും സ്വാമിമാരും ഒക്കെ വരണം. എല്ലാവരും സാമ്പത്തിക ശേഷിയാണ്. നമ്മൾ കുറേ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവർ നിൽക്കും. സാമ്പത്തിക ശേഷി ഇല്ല. പിന്നെ ഉദ്ദേശം പഹ ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഭർത്താവ് ധ്യാനിച്ച് അതൊക്കെ ഉണ്ടാക്കിയ പൈസയാണ് കുറേശ്ശെ ഇത്രയും വർഷം കൊണ്ടെന്ന് ആ ക്ഷേത്രത്തിന് ഇത്രയും പൂർണ്ണമാക്കി. അതേപോലെ ഭഗവാന്റെ ക്ഷേത്രത്തിന് പയ്യെ ഭഗവാന്ന് മതിയോ. മനുഷ്യനെ താങ്ങേണ്ട ആവശ്യമില്ല. ഭക്തർ എന്താണെന്ന് വെച്ചാൽ തരും. നമ്മൾ അല്ലാതെ ഇനി പിരിച്ചൊന്നും എടുക്കാൻ പോകില്ല. കാരണം ദൈവത്തിനോട് സ്നേഹമുള്ളവർ ക്ഷേത്രത്തിൽ കൊണ്ടുവരും. മനസ്സിലായോ? അത് നമ്മൾ എടുക്കുകയും ചെയ്യും. ഇല്ലാതെ തർക്കങ്ങൾ പറഞ്ഞ്